പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവം തന്നെ പ്രത്യക്ഷപ്പെടുന്നു നമ്മുടെ മുൻപിൽ. എന്നിട്ട് ചോദിക്കുന്നു, നിനക്ക് എന്താ വേണ്ടത്? ചോദിക്കാനായിട്ടുള്ള എത്രയോ കാര്യങ്ങൾ നമ്മുടെ നാവിൽ നിന്ന് പെട്ടെന്ന് വരും. അതിൽ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കണം. ഒരാളെയും കുറ്റപ്പെടുത്താനായിട്ടുള്ള ഉദ്ദേശമില്ല. പക്ഷേ എൻ്റെ മനസ്സ് തുറന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിക്കണം. കർത്താവ് എൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് നിനക്ക് എന്ത് വേണമെന്ന് ചോദിച്ചാൽ എന്ത് പറയും എന്നുള്ളത്. എന്തായാലും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന, കർത്താവിനെ പോലും അത്ഭുതപ്പെടുത്തിയ ഒരു റെസ്പോൺസാണ് സോളമൻ്റെ ഭാഗത്ത് നിന്ന് വരണത്. കർത്താവെ, അങ്ങ് തിരഞ്ഞെടുത്ത ഭരണപരിചയമില്ലാത്ത ഒരു ദാസനായിരുന്നിട്ടും അങ്ങയുടെ മഹാജനത്തെ ഭരിക്കാനായിട്ട് നടുവിലാണ് എന്നെ അങ്ങ് തിരഞ്ഞെടുത്തത്. ഈ മഹാജനത്തെ ഭരിക്കാൻ ആർക്ക് കഴിയും? ആകയാൽ നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് അങ്ങേ ജനത്തെ ഭരിക്കാൻ പോകുന്ന വിവേകം ഈ ദാസന് നൽകിയാൽ. ഒരു രാജാവാണ്. രാജാവിൻ്റെ മുൻപിൽ ദൈവം പ്രത്യക്ഷപ്പെടാണ്. നിനക്ക് എന്താ വേണ്ടേ? ചോദിക്കാൻ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. ഒരു നാട് കൊണ്ടുപോകാനായിട്ടുള്ള എത്രയോ കാര്യങ്ങൾ ആഗ്രഹിക്കാം, ആവശ്യപ്പെടാം. എന്നിട്ടും സോളമൻ ചോദിക്കുന്നത് ഈ മഹാജനത്തെ ഭരിക്കാൻ വേണ്ട വിവേകം മാത്രം മതി. അത് കർത്താവ് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. നീ ദീർഘായുസോ സമ്പത്തോ ശത്രു സംഹാരമോ ആവശ്യപ്പെടാതെ നീതി നിർവഹണത്തിന് വേണ്ട വിവേകം മാത്രമാണ് ആവശ്യപ്പെട്ടത്. നിന്റെ അപേക്ഷ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ജ്ഞാനവും വിവേകവും ഞാൻ നിനക്ക് തരുന്നു. ഇക്കാര്യത്തിൽ നിനക്ക് തുല്യനായി ആരും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയില്ല. കർത്താവിന് പ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ട് തുടങ്ങാനായിട്ട് കർത്താവ് തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾ സ്വർഗത്തിൻ്റെ രാജ്യവും നീതിയും, അവിടെ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും ആദ്യം അന്വേഷിക്കും, ബാക്കിയുള്ളതൊക്കെ കൂട്ടിച്ചേർക്കപ്പെടും. അതിനുവേണ്ടി പ്രാർത്ഥിക്കാനാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്. തന്നോട് ചോദിക്കുന്നവർക്ക് തൻ്റെ ആത്മാവിനെ എത്രയധികമായിട്ട് നൽകുകയില്ല. ഇതൊക്കെ ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കിട്ടാൻ, സ്വർഗീയ കൃപകൾ, അഭിഷേകം ജീവിതത്തിൽ നിറയാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ നടത്തുന്നതിന് പകരം നമ്മുടെ പ്രാർത്ഥനകൾ എപ്പോഴും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ ഇങ്ങനെ ചേർന്ന് നിന്ന് പോവാണ്. അതിലിങ്ങനെ സ്റ്റിക്ക് ഓൺ എന്നാണ് നമ്മളിപ്പോൾ എപ്പോഴും. എനിക്ക് എൻട്രൻസിന് മാർക്ക് കിട്ടണം, എനിക്ക് ലോട്ടറി അടിക്കണം, ഇതൊക്കെ എല്ലാവരും പ്രാർത്ഥിക്കണതാണ്. മിക്കവാറും എല്ലാവരും പ്രാർത്ഥിക്കണം. നമ്മളില്ലാന്നൊന്നും കരുതണ്ട. മിക്കവാറും പണം കൂടുതലുണ്ടാവണം. കുഞ്ഞുങ്ങളോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഫാൻസി ആയിട്ടുള്ള ആഗ്രഹങ്ങളാണ്. കാരണം അവരെ നമ്മളതാ പഠിപ്പിച്ചേക്കണേ. പള്ളിയിലേക്ക് കയറി ചെല്ലുമ്പോൾ ആദ്യമായിട്ട് കയറി ചെന്ന ആ ദിവസത്തിൽ കുഞ്ഞുങ്ങളുടെ ഇങ്ങനെ കരം നീട്ടിപ്പിടിച്ച് ഈശോയെ ഞങ്ങൾക്ക് പാപ്പം തരണേ എന്ന് പ്രാർത്ഥിക്കാനേ പഠിപ്പിച്ചിട്ടുള്ളൂ. പരിശുദ്ധാത്മാവിനെ തരാൻ ഇതുവരെ നമ്മൾ ശീലിപ്പിച്ചിട്ടില്ലല്ലോ. തമ്പുരാൻ്റെ കൽപ്പനകൾ പാലിക്കാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ടാണ് സോളമൻ പ്രാർത്ഥിച്ചത്. അവിടുത്തെ മഹാജനത്തെ ഭരിക്കാനായിട്ടുള്ള ആ ഒരു വിവേകം തന്ന് ആശീർവദിക്കണമേ എന്ന്. എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല എന്ന്. കർത്താവെ, ഞാൻ അങ്ങേ കൽപ്പനകളെ സ്നേഹിക്കുന്നു. പ്രതിവചന സങ്കീർത്തനം അതാണ്. കർത്താവെ, ഞാൻ അങ്ങയുടെ കൽപ്പനകളെ സ്നേഹിക്കുന്നു. അങ്ങയുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ ജനത്തെ നയിക്കാൻ, അങ്ങയുടെ കൽപ്പനകളനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള കൃപ തരണമേ എന്നാണ് പ്രാർത്ഥിക്കണേ. രണ്ടാമത്തെ വായനയിൽ നമ്മളത് കുറച്ചുകൂടെയൊക്കെ വ്യക്തമാവുന്നുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിക്കും. ഈശോയുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനായിട്ടുള്ള, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് സോളമൻ പ്രാർത്ഥിക്കുമ്പോൾ ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ കൂട്ടിച്ചേർക്കപ്പെടുന്നത് കാണുന്നില്ലേ? ഈശോയുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം. എൻ്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും അല്ല കർത്താവേ, അങ്ങയുടെ ഇഷ്ടം. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ കർത്താവ് അത് ഒന്നുകൂടെ വ്യക്തമാക്കി തരും. അങ്ങയുടെ രാജ്യം വരണം, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. എൻ്റെ ഇഷ്ടമല്ല, കർത്താവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കാനും കർത്താവ് ആഗ്രഹിക്കുന്ന വിധത്തിൽ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ വേണ്ട കൃപയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കണ്ടേ. തമ്പുരാനെ, അതിന് ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാം. ഇന്നത്തെ സുവിശേഷത്തിൽ അതിൻ്റെ ഒരു ചെറിയ ഗ്ലിംസ് നമുക്ക് കിട്ടും. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യം. അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വയ്ക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ വയൽ വാങ്ങുകയും ചെയ്യുന്നു. മറ്റുള്ളതെല്ലാം വില കുറവാണ്, വില കുറഞ്ഞതാണ് എന്ന് ഒരാൾ തീരുമാനിച്ചുറപ്പിക്കുന്നു. അത് സത്യവുമാണ്. എനിക്ക് അതിനേക്കാൾ വിലയേറിയ വലിയൊരു നിധിയെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. അതിനുവേണ്ടി ഞാൻ മറ്റെല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാണ്.
മറ്റുള്ളവർ നോക്കുമ്പോൾ ഇയാൾക്ക് ഇത്രയും വിലപിടിപ്പുള്ളത് ഉപേക്ഷിച്ചിട്ട് ഇയാൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ആലോചിക്കും. ചില സമയങ്ങളിലെങ്കിലും ഇങ്ങനെ മനുഷ്യർ നമ്മളോട് ചോദിക്കാറുണ്ടല്ലോ, എന്തിനാ അച്ഛനാവാൻ പോയെ? എന്തോരം കാര്യങ്ങൾ, എന്തോരം സന്തോഷങ്ങളാണ് ഈ ലോകത്ത് നടക്കണേ. അതിനേക്കാൾ വലുതെന്തോ കണ്ടുമുട്ടിയത് കൊണ്ട് തന്നെയാണ്, അതിനേക്കാൾ വലിയ സന്തോഷം എൻ്റെ കർത്താവാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ വിട്ടുപോകാതെ നിൽക്കണേ. 10-13 വർഷത്തെ സെമിനാരി പഠനമൊക്കെ എപ്പോൾ വേണമെങ്കിലും ഇറങ്ങിപ്പോരാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇത് വലിയ സന്തോഷമാണെന്ന് ആ സമയത്ത് തന്നെയൊക്കെ ഉള്ളിൽ കിട്ടിയിരിക്കുന്ന ഒരു തെളിച്ചമുണ്ടല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ നിലനിൽക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ അച്ഛനായത്, അതുകൊണ്ടാണ് ഇങ്ങനെ സന്തോഷത്തോടുകൂടി ഇപ്പോഴും ജീവിക്കുന്നത്. വയലിൽ കണ്ടെത്തിയ നിധി കണക്കെ ക്രിസ്തു, അതിന് ചുറ്റുമുള്ളതൊക്കെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതിൻ്റെ കാരണം അതാണ്. കർത്താവ് എനിക്ക് അത് മതി എന്ന് തീരുമാനിച്ചുറപ്പിച്ച സോളമനെ കണക്ക് നമുക്കൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണം. കർത്താവെ, ചുറ്റുമുള്ള സന്തോഷങ്ങളെക്കാൾ നീയാണ് പ്രധാനപ്പെട്ടത്. നിനക്ക് വേണ്ടി എന്തും ഉപേക്ഷിക്കാൻ, എന്തും മാറ്റിവെക്കാൻ കർത്താവെ ഞങ്ങൾ തയ്യാറാണ്. ആണെങ്കിൽ സ്വസ്ഥത നിറയും, എല്ലാം കൂട്ടിച്ചേർക്കപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടാവും, എല്ലാം ഇങ്ങനെ ജീവിതത്തിലേക്ക് വന്ന് നിറയുന്ന അനുഭവം ഉണ്ടാവും. ട്രൈ ചെയ്ത് നോക്കിക്കോ, വേണമെങ്കിൽ ചലഞ്ചായിട്ടെടുത്തു. കർത്താവെ, അങ്ങയെ സ്വീകരിക്കാൻ, അങ്ങയ്ക്ക് വേണ്ടി എന്തും ഉപേക്ഷിക്കാൻ, അങ്ങയെ കഴിഞ്ഞിട്ടേ ബാക്കി മറ്റെന്തുമുള്ളൂ എന്ന് തീരുമാനിച്ചുറപ്പിക്കാൻ ഞങ്ങളുടെ മനസ്സൊരുക്കണമേ എന്ന അപേക്ഷയോടുകൂടെ നമുക്ക് അവിടുത്തെ ആശീർവാദത്തിനായി മുട്ടിന്മേലായിരിക്കാം. ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, ഞാൻ അങ്ങേ കൽപ്പനകളെ സ്നേഹിക്കുന്നു. പ്രതിവചന സങ്കീർത്തനമാണ്. അങ്ങേ കൽപ്പനകളെ മറ്റെല്ലാറ്റിനും ഉപരിയായി സ്നേഹിച്ചുകൊണ്ടും നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് വേണം ഇന്ന് കിടന്നുറങ്ങാൻ. മറ്റെല്ലാ ചിന്തകളും മാറ്റിവെക്ക്. കർത്താവിൻ്റെ കൽപ്പനകളെക്കുറിച്ച്, കർത്താവിൻ്റെ പദ്ധതികളെക്കുറിച്ച്, കർത്താവെ നിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച്, അതിനു വേണ്ടിയിട്ടുള്ള ആഗ്രഹമുള്ളിൽ നിറച്ചിട്ടായിരിക്കട്ടെ ഇന്നത്തെ ഞങ്ങളുടെ ഉറക്കം. മരിച്ചുപോയാൽ പോലും കർത്താവെ, നിൻ്റെ ഇഷ്ടം ഈ ഒരു രാത്രിയിൽ ഞങ്ങളുടെ മരണമാണെങ്കിൽ പോലും അങ്ങയുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ജീവിതത്തിന് വേണ്ടി ആഗ്രഹിച്ചിട്ടായിരിക്കട്ടെ ആ പോക്ക്. നിസ്സാര കാര്യമല്ല, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും, സ്വർഗം അടക്കം. നമുക്ക് സ്വസ്ഥമായിട്ടുള്ള ഉറക്കത്തിലേക്ക് പോകാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.